ഇന്ത്യയിൽ ആൾക്കൂട്ട കൊലപാതകങ്ങളൊന്നും പുത്തരിയല്ല. ഇതാ വീണ്ടും ഒരു ആൾക്കൂട്ട കൊലപാതകം നടന്നത് ബീഹാറിൽ. സൈക്കിളിൽ വസ്ത്രങ്ങൾ വിൽക്കുന്ന ജോലിയായിരുന്നു അത്തർ ഹുസൈൻ. അദ്ദേഹം ദിവസവും രാവിലെ സൈക്കിളും വസ്ത്രങ്ങളുമായി വീട്ടിൽ നിന്നിറങ്ങും. സന്ധ്യയോടെ വീട്ടിൽ തിരിച്ചെത്തും. ഇതാണ് പതിവ്. ഡിസംബർ 5 രാത്രി അദ്ദേഹത്തിൻ്റെ മടക്കയാത്രയിൽ അദ്ദേഹത്തിൻ്റെ സൈക്കിൾ പഞ്ചറാവുകയുണ്ടായി. റോക്ക് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വച്ചായിരുന്നു സൈക്കിൾ പഞ്ചറായത്. അദ്ദേഹം അവിടെ നോക്കുമ്പോൾ 20ഓളം വരുന്ന ആൾക്കാർ തീ കായുന്നത് കണ്ടു. അദ്ദേഹം അവിടെ ചെന്ന് പഞ്ചർ ഒട്ടിക്കുന്ന സ്ഥലം ഇവിടെ അടുത്തെങ്ങാനും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു. പക്ഷേ അദ്ദേഹം ചോദിച്ചതിനുള്ള മറുപടിയല്ല അദ്ദേഹത്തിന് കിട്ടിയത്. അവർ ഉടനടി അവിടെ നിന്ന് എണീറ്റ് ഇദ്ദേഹത്തിൻ്റെ പേര് ചോദിച്ചു. അത്തർ ഹുസൈൻ ആണെന്ന് മറുപടി പറഞ്ഞപ്പോൾ മുസ്ലിമാണോ എന്നായി അടുത്ത ചോദ്യം. പിന്നെ അവർ മറ്റൊന്നും നോക്കിയില്ല. അദ്ദേഹത്തിനെ പിടിച്ച് പാൻ്റ് അഴിച്ച് മുസ്ലിമാണോ എന്ന് ഉറപ്പിച്ചു. പിന്നെ വലിച്ചിഴച്ച് കുറച്ച് ദൂരെ കൊണ്ടുപോയി അദ്ദേഹത്തിനെ തല്ലിച്ചതച്ചു. നഖങ്ങൾ പ്ലെയർ കൊണ്ട് ഊരിയെടുത്തു. ആ പ്ലെയർ കൊണ്ട് തന്നെ ചെവികളും മുറിച്ചു. ഇഷ്ടികളും വടിയും കൊണ്ട് അവർ അടിക്കാൻ തുടങ്ങി. ഇരുമ്പ് ദണ്ണ് ചൂടാക്കി തൊലിയുരിച്ചു. നെഞ്ചിൽ ചവിട്ടി ശ്വാസം മുട്ടിച്ചു. അയാളെ അവർ കൊല്ലാക്കൊല ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തീർന്നില്ല. സ്വകാര്യ ഭാഗങ്ങളിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമിച്ചതായി മരണത്തിന് ഏതാനും ദിവസങ്ങൾ മുമ്പ് അദ്ദേഹം ആശുപത്രിയിൽ കിടക്കയിൽ കിടന്ന് ചിത്രീകരിച്ച വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടുകയും ചെയ്തു. ഏകദേശം മൃതപ്രായനായപ്പോൾ ഈ കൊലയാളികൾ തന്നെ രാത്രി പോലീസ് സ്റ്റേഷനിലെ എമർജൻസി നമ്പറായ 112 വിളിച്ച് ഒരു വിവരം കൈമാറി. മോഷ്ടാവെന്ന് സംശയിക്കുന്ന ഒരു വ്യക്തിയെ ഞങ്ങൾ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നു എന്നായിരുന്നു സന്ദേശം. പോലീസ് രാത്രി 2 മണിയാകുമ്പോഴേക്കും അവിടെ എത്തിയപ്പോൾ കാണുന്ന ദൃശ്യം മരണത്തിനോട് മല്ലടിക്കുന്ന അത്തർ ഹുസൈനെ ആയിരുന്നു. അവർ ഉടൻ തന്നെ ചികിത്സകൾ നൽകിയെങ്കിലും അദ്ദേഹത്തിന് ഓർമ്മയുണ്ടായിരുന്നു. ഓർമ്മയിൽ നിന്ന് അദ്ദേഹം നടന്ന സംഭവങ്ങളെല്ലാം വീഡിയോയിൽ പകർത്തി പോലീസിന് മൊഴി നൽകുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് മുൻപിൽ മെഡിക്കൽ സയൻസ് തോറ്റുപോയി. ഡിസംബർ 12 അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. 50കാരനായ അത്തർ ഹുസൈൻ കഴിഞ്ഞ 20 വർഷങ്ങളായി സൈക്കിളിൽ സഞ്ചരിച്ച് തുണികൾ വിൽക്കുന്ന ജോലിയായിരുന്നു ചെയ്തിരുന്നത്. ഭാര്യ ഷംനം, 2 മക്കൾ, സഹോദരൻ അടങ്ങുന്ന കുടുംബത്തിൻ്റെ ഏക അത്താണിയായിരുന്നു അത്തർ ഹുസൈൻ. അദ്ദേഹത്തിനെ ആക്രമിച്ച പ്രതികളുടെ പേരെല്ലാം അദ്ദേഹം തന്നെ മൊഴിയായി നൽകുകയുമുണ്ടായി. സോനു കുമാർ, രഞ്ജൻ കുമാർ, ശ്രീകുമാർ എന്നിവരുടെ പേരുകൾ എടുത്തു പറയുന്നുമുണ്ട്. ഇവരിൽ എത്ര പേർ ശിക്ഷിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. ഉത്തർപ്രദേശിൽ ബീഫ് കൈവശം വെച്ചതിൻ്റെ പേരിൽ ആൾക്കൂട്ടം മർദ്ദിച്ചു കൊന്ന മുഹമ്മദ് അഖ്ലഖിൻ്റെ കൊലയാളികളെ വെറുതെ വിടണമെന്ന് UP മുഖ്യമന്ത്രി യോഗി കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കേസും എങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് നമുക്ക് കണ്ടറിയാം. ഇതാണ് ഇന്നത്തെ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ. ഇതിനെതിരെ മതേതര ഇന്ത്യയെ സ്നേഹിക്കുന്ന നല്ലവരായ ഇന്ത്യക്കാർ സംഘപരിവാറിൻ്റെ ഇത്തരം വൃത്തികേടുകളെ തടയിടേണ്ടതിൻ്റെ ആവശ്യകത നാം ഇനിയെങ്കിലും മനസ്സിലാക്കി മുന്നോട്ട് വരേണ്ടതാണ്.